എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇൻഡോർ പ്ലാന്റുകളുടെ വിശേഷങ്ങളാണ്. ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു 3 കളർ അഗ്ലോണിമ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേരറിയില്ല. പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലക്കി ബാമ്പു ആണ്. ലക്കി ബാമ്പു ഇതിന് വേര് വന്നിട്ടുണ്ട്. വലിയ പരിചരണമൊന്നുമില്ലാതെ തന്നെ ഈ വെള്ളത്തിൽ ഇട്ടാൽ വളരും. പിന്നെ നമുക്ക് മണ്ണിൽ വേണമെങ്കിലും ഇത് വളർത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട, വെറും വെള്ളം പിന്നെ കോഴിമുട്ടത്തോട് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ഇവിടെ വേറെ ഒരു ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇത് വേര് പിടിച്ചിട്ടുണ്ട്. ഇത് നന്നായി വെള്ളത്തിൽ വളരുന്ന ചെടിയാണ്. ഇതിനും കോഴിമുട്ട പൊടിത്തോട് പൊടിച്ച് അതിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യാതെ തന്നെ നല്ല ഗ്രോത്ത് കിട്ടുന്ന ഒരു ചെടിയാണ്. ഈ ലക്കി ബാമ്പു ഒരു വളം ചെയ്യണ്ട. ഈ വെള്ളത്തിലിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ തന്നെ നന്നായി വളരും. പിന്നെ മണ്ണിലും വളരണതാണ്. പിന്നെ ഇതൊരു അഗ്ലോണിമ വേറൊരു കളറാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇത് വീടിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട, അത് തന്നെ നല്ല രീതിയിൽ വളരുന്ന ചെടിയാണിത്. പിന്നെ അവിടെ CC പ്ലാന്റ് ആണുള്ളത്. CC പ്ലാന്റ് തന്നെ വലിയ പരിചരണമില്ലാതെ തന്നെ വളരുന്ന ഒരു ചെടിയാണ്. ഇത് നമുക്ക് തൈകളുണ്ടാക്കാൻ എളുപ്പം ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇല കൊണ്ട് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ താഴ്ഭാഗം, ഈ നട്ടുള്ള ഭാഗം മണ്ണിൽ കുത്തിവെച്ചാൽ ഈ ഇലമെന്ന് തന്നെ ഇതിൻ്റെ അടിയിൽ നിന്ന് വേറെ ചെടികൾ തൈകളുണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ 2 കളറുണ്ട്. ഒന്ന് ഒരു കറുത്ത കളറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡൈനിങ് ടേബിൾ മേലൊക്കെ ഒരു ഇൻഡോർ ചട്ടിയിൽ സെറ്റ് ചെയ്ത ടേബിൾ മേലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവും. ഇത് നല്ല ഭംഗിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി നല്ല കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റ് പുറത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ ചെടികളൊക്കെ ഉള്ളിൽ വെക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പോൾ അവർ നമ്മോട് ചോദിക്കാതെ തന്നെ ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി വെക്കും. തന്നില്ലേ, വിരലുകൊണ്ട് ഇതാക്കിയതാണ്. അതായത് അടിയിലൊക്കെ. ഇപ്പോൾ ഞാൻ പിന്നെ ആദ്യം തന്നെ പറയലാണ്, ഇത് ഒന്നും പ്ലാസ്റ്റിക് അല്ല, ലൈവ് ചെടിയാണ്, ജീവനുള്ള ചെടികളാണെന്ന് ഞാൻ പറയലാണ്. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഇലകൾ നുള്ളി നശിപ്പിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളങ്ങനെ പറഞ്ഞാൽ അവരത് ശ്രദ്ധിച്ചോളും. ഈ അഗ്ലോണിമ പ്ലാന്റ് ഇത് വീടിൻ്റെ ഉള്ളിൽ വെക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നല്ല ചുവപ്പ് കളറായിരുന്നു. അത് ഇപ്പോൾ കളറ് മാറിയിട്ടുണ്ട്. ഇതിങ്ങനെ റോസ് കളറായി വന്നു. ഇതിങ്ങനെ മറ്റേ ഒരു നരച്ച കളറാവും. അതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 15 ദിവസം കൂടുമ്പോൾ നേരിട്ട് വെയിൽ കൊള്ളാത്ത ഒരു രാവിലെ ഒന്ന് പുറത്ത് വെക്കുക, വൈകുന്നേരം അകത്തോട്ട് തന്നെ വെക്കുക. പിന്നെ ഇത് എത്ര ദിവസം വേണമെങ്കിലും നിൽക്കും. അതിന് അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ വെയിലൊന്നും കിട്ടണമെന്നില്ല. ഇത് വെയിൽ കിട്ടാതാവുമ്പോൾ ഒരു മഞ്ഞ ഷെയ്ഡുള്ളൊരു ഇലയാണ് ഇതിന് കിട്ടുക. ഇതിപ്പോൾ അതിന് 1 മാസമായി ഉള്ളിൽ വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇലകളൊക്കെ കളർ മാറിയിട്ടാണ് വരുന്നത്. ഒരു ഭംഗിയുള്ള കളറാണ്. ആ ചെടിയെല്ലാം പുറത്തും ഞാൻ വെച്ചിട്ടുണ്ട്. പുറത്തും നന്നായിട്ട് വളരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഗ്രോത്തുള്ള ചെടികളാണ്.
പുറത്ത് വെച്ചത്. പിന്നെ ഞാൻ മുൻപ് പറഞ്ഞല്ലോ GC പ്ലാന്റിൻ്റെ കറുത്ത കളറുണ്ടെന്ന്. ഇത് ഇപ്പോൾ അടുത്ത് വാങ്ങിയ ചെടിയാണ്. ഒരു 150 രൂപക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ വലുതിനൊക്കെ 400-500 ഒക്കെ പറയുന്നുണ്ട്. ഞാൻ ഏറ്റവും ഒരു തണ്ട് മാത്രം വന്നൊരു ചെടിയാണ് വാങ്ങിയത്. പെട്ടെന്ന് വളരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മദർ പ്ലാന്റ് പുറത്തുണ്ടെന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഒക്കെ വെച്ച് ആ ഒരു ചെടി, അതിൻ്റെ ഒരു മദർ പ്ലാന്റാണ്. അതിൻ്റെ എല്ലാ മദർ പ്ലാന്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇൻഡോറാണ്. ഇൻഡോർ ചെടികളാണ്, ഇലച്ചെടികളാണ് ഒക്കെ. ഇതിൽ ആണ് നമ്മൾ തൈകൾ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു തൈ ഞാൻ എങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നല്ല ഒരു 4 കമ്പ് നട്ടിട്ടാണിത്. നല്ല ഗ്രോത്തായിട്ട് വളരുന്നുണ്ട്. ഇതിങ്ങനെ ഒരു മരത്തിൻ്റെ തണ്ട് ഇങ്ങനെ വെച്ച് നമുക്ക് ഒരു അങ്ങനെ മുകളിലെത്തുമ്പോൾ നമുക്ക് അവിടെ കട്ട് ചെയ്യാം. നല്ല കാണാൻ ഭംഗിയുള്ള ചെടിയാണ്. പുറത്ത് പിന്നെ അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറായിട്ടുള്ള ഇലകളാണ് കിട്ടുക. ഇതൊക്കെ ഇൻഡോർ ചെടികളാണ്. വീടിൻ്റെ അകത്ത് വളർത്താൻ പറ്റിയ ചെടികളാണ് ഉള്ളത്. GC പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇത് പഴയ പണ്ട് ഒരു ഇതിൻ്റെ പേരറിയില്ല, പണ്ട് മുതലേ ഉള്ളൊരു ചെടിയാണ്. പിന്നെ ഇതും ഇൻഡോർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഇവിടെ ഉണ്ട്, ഇതുണ്ട്. ഇതൊക്കെ ഇൻഡോർ ചെടികളാണ്. ഇത് ബട്ടർഫ്ലൈ, അത് ഇൻഡോറായിട്ട് പറ്റില്ല. ഇതും ഒരു അകത്ത് വെച്ചാൽ നല്ല ഭംഗി ആയിട്ട് വളരുന്നൊരു ചെടിയാണ്. ഇതും ഇൻഡോറാണ്. ഇത് ലക്കി പാമ്പ് ആണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ വേറൊരു കളറ്. ശരിമൊരു മുത്ത് പോലെ ഒരു കായ ഉണ്ടാകുന്ന ആ ഒരു പാമ്പാണ്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേരറിയാം, കലാത്തിയാണെന്നാണ് തോന്നുന്നത്. ഈ ചെടിയൊക്കെ നമ്മൾ വീടിൻ്റെ അകത്ത് വളർത്തുമ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോൾ കുറഞ്ഞ് ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക. അതേമാതിരി ഇങ്ങനെ ഈ വെള്ളച്ചട്ടികൾ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലൊരു വേറൊരു ചട്ടിയുണ്ട്. അപ്പോൾ നമ്മൾ അധികമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് അതിൻ്റെ ആ വെള്ളച്ചട്ടിയിൽ അതിന് ഓട്ടമില്ല, അതിൽ സ്റ്റോർ ചെയ്ത് ആ കൂടുതൽ വരുന്ന വെള്ളം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെടിക്കൊക്കെ എന്നും രാവിലെയും വൈകുന്നേരം ഒരു സ്പ്രേയറിൽ ചെറിയൊരു സ്പ്രേ അടിക്കുന്ന ഒരു മാതിരിയുള്ളൊരു വെള്ളം ഇങ്ങനെ സ്പ്രേ അടിച്ച് കൊടുക്കുന്നത് അതിൻ്റെ വളർച്ചയ്ക്ക് അത് നല്ല ഒരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് നനഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ചെടി നല്ല രീതിയിൽ വളരും. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ നാളെ വീണ്ടും കാണാം. നമസ്കാരം.